ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം. ഒരു നല്ല ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും വിജയകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷം നൽകുന്ന അനുഭവം തന്നെയാണ്. പലപ്പോഴും ജീവിതത്തിന്റെ മേഖലകളിലും ആത്മീയ ജീവിതത്തിലും പരാജയങ്ങൾ വരുമ്പോൾ അത് മനസ്സിനെയും ജീവിതത്തെയും നമ്മുടെ പല പ്രവൃത്തികളെയും വളരെ സാരമായി ബാധിക്കാറുണ്ട്. എന്നാൽ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ തിരുവചന ഭാഗം ഇന്ന് രാവിലെ സമയം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തോട്ടെ. 1 കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ 15-ാം അധ്യായം 57-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ആത്മീയ ജീവിതത്തിൽ പരാജയത്തിന്റെ മേഖലകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് ഒരു ദൈവഭക്തന് ജയമായി ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്നത്. കർത്താവ് യേശുക്രിസ്തു നമുക്ക് മുൻപേ സകലത്തിന്മേലും ജയം പ്രാപിച്ച കർത്താവാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി മുന്നോട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടുന്ന ഒരു ദൈവ പൈതലിന് വിജയം സുനിശ്ചിതമാണ്. ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും, ജയിച്ച ഒരു പിതാവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ടാണ് എന്റെ ജീവിതയാത്രയെന്നും ഈ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും ജയിച്ച എന്റെ അപ്പൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ആത്മധൈര്യം പകരുക തന്നെ ചെയ്യും. തിരുവചനത്തിൽ അനേകം ഭക്തന്മാരുടെ ജീവിതത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ അവർക്കും വളരെയധികം പ്രത്യാശകരമായ വാക്കുകൾ പറയുവാനുണ്ട്. തോറ്റുപോയ സ്ഥാനങ്ങളിൽ, വീണുപോയ ഇടങ്ങളിൽ നിന്ന് ദൈവം എങ്ങനെ കരം പിടിച്ച് ഉയർത്തിയെന്ന് തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ദാവീദിനുടെ ജീവിതത്തുള്ള ബന്ധത്തിൽ ദാവീദിന് പറയുവാൻ കഴിയും, അപ്പനില്ല കൂടെ, അമ്മയില്ല കൂടെ, സഹോദരങ്ങൾ ആരും കൂടെ ഇല്ല, പക്ഷേ ജയം നൽകി എന്നെ വനാന്തരങ്ങളിലൂടെ നടത്തിയ എന്റെ കർത്താവുണ്ട്, എന്റെ ദൈവമുണ്ടെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയും. ആ ഉറപ്പോടും ആ വിശ്വാസത്തോടും കൂടിയാണ് താൻ ഒത്തിരി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട്. ആമേൻ. തിരുവചന ഭാഗങ്ങൾ നമ്മൾ സങ്കീർത്തനത്തെ പരിശോധിച്ചാൽ പ്രാർത്ഥനയുടെ വലിയൊരു കൂട്ടം തന്നെ ദാവീദിന്റെ നാവിൽ നിന്ന് ഇറങ്ങിയതായിട്ട് നമുക്ക് കാണുവാനേ കഴിയും. അതുപോലെ പ്രാർത്ഥിച്ച ഭക്തന്മാർ തിരുവചനത്തിൽ വളരെ ചുരുക്കം തന്നെയാണ്. അപ്പോൾ വിജയകരമായ ഒരു ജീവിതത്തിന് പ്രാർത്ഥന വലിയ അത്യന്താപേക്ഷിതം തന്നെയാണ് ദൈവമക്കളുടെ. ഇന്ന് രാവിലെ സമയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പറയണം, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ പ്രാർത്ഥന കേട്ടിട്ട് എന്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ ദൈവം എന്നെ പരാജയത്തിൽ നിന്നും ജയത്തിലേക്ക് നടത്തുമെന്നും നമുക്ക് ഉറപ്പുണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ദാവീദിന് പറയാൻ വിജയത്തിന്റെ പടികൾ പറഞ്ഞു തരുവാൻ അപ്പനോ അമ്മയുടെ ഉപദേശങ്ങളോ ഒന്നും കൂടെ ഇല്ല, അല്ലെങ്കിൽ കൂട്ടുകാരോ സഹോദരങ്ങളോ കൂടെ ഇല്ലെങ്കിലും ഈ ലോകത്തിന്റെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിതാവായ എന്റെ കർത്താവ് തന്റെ അഭിഷേകത്താൽ എന്നെ നടത്തുന്നു എന്ന് തനിക്ക് പറയുവാൻ കഴിയും. ഇന്ന് പോൽക്കാലം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകട്ടെ. എന്ത് തന്നെ വന്നാലും ജയിച്ച കർത്താവിന്റെ കൂടെയാണ് ഞാൻ നമ്മുടെ യാത്രയെന്നും, ഒറ്റയ്ക്ക, ആരുമില്ല. ഓഫീസിന്റെ മേഖലകളിൽ, ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാവുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടെ അകത്തുനിന്ന് പറയുവാനിടയെ തീരട്ടെ, ഇല്ല, ജയിച്ച കർത്താവിന്റെ കൂടെയുണ്ടെന്ന്. നോക്കണം, ആ ജയിച്ച കർത്താവിന്റെ നാമവുമായിട്ടാണ് ഫെലിസ്തീനെ എതിരിടുവാൻ തക്കവണ്ണം ദാവീദ് കടന്നു ചെല്ലുന്നത്. ആ താഴ്വരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാരമ്പര്യം പറയുന്ന അല്ലെങ്കിൽ പാരമ്പര്യം പറയുവാൻ കഴിയുള്ള ശൗലിന്റെ സേനയും അവിടെയുണ്ട്. പക്ഷേ പാരമ്പര്യം പറയുവാനോ കഴിവുകൾ പറയുവാനോ ഒന്നുമില്ലാത്ത ദാവീദ് ജയിച്ചത് സർവശക്തനായ കർത്താവിന്റെ നാമത്തിലാണ്. ഇന്ന് പോൽക്കാലം ദൈവമക്കളെ, നമുക്കും അപ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പറയുവാൻ ഇടയായി തീർന്നത്. നമുക്ക് പാരമ്പര്യമൊന്നും വേണ്ട, നമുക്ക് പരിചയങ്ങളൊന്നും വേണ്ട, നമുക്ക് ദൈവത്തിന്റെ അഭിഷേകം മതി. അഭിഷേകത്തിന്റെ ശക്തി മതി ജയിക്കുവാൻ. ദാവീദിന് പറയുവാൻ കൊള്ളത്, എന്നോട് കൂടെ ആരുമില്ലെങ്കിലും എന്റെ കർത്താവിന്റെ അഭിഷേകം എന്റെ ഉള്ളിൽ ഉണ്ട്, അതിന്റെ ആ ശക്തിയാൽ ഞാൻ ശത്രുവിനെ വീഴ്ത്തുവാൻ ഇടയായി തീരും. തിരുവചന ഭാഗങ്ങളിൽ പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ
പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നൊരു അതിശക്തമായ ദൈവവചന ഭാഗമുണ്ട്. നാം ദുഷ്ടനെ ജയിക്കണം, പാപത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, ഈ ലോകത്തിൽ ഉള്ളവനെ ജയിക്കണം. അതെ, പാപത്തെ ജയിക്കുവാൻ, ഈ ദുഷ്ടനെ ജയിക്കുവാൻ, ഈ ലോകത്തിൽ ഉള്ളവനെ ജയിക്കുവാൻ ദൈവത്തിന്റെ നാമം നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ വിശേഷത വളരെ വ്യക്തമാണ്. ഒരു നാമത്തിനും പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു നാമം. ആ നാമത്തെ ആരിന്ന് പകൽക്കാലം ഉയർത്തിപ്പിടിക്കുമോ അവന്റെ ജീവിതവും അവൻ ഉയർന്നു തന്നെ ഇരിക്കും. ആ നാമത്തെ ആര് ആദരിക്കുമോ, ആ നാമത്തെ അവൻ ആര് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമോ അവന്റെ ജീവിതം വിജയകരമായ ഒരു ജീവിതം തന്നെയായിരിക്കും. ഒരിക്കൽ നെഹമ്യാവ് യെരൂശലേമിന്റെ മതിലുകൾ പണിയുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിച്ചപ്പോൾ ശത്രുവിന്റെ വലിയ പരാജയങ്ങളും നിന്ദകളും നിന്ദയുടെ വാക്കുകളും തന്നെയും തന്റെ കൂട്ടുകാരെയും തളർത്തുവാൻ തക്കവണ്ണം കടന്നു വന്നപ്പോൾ, പരാജയപ്പെടുത്തുവാൻ കടന്നു വന്നപ്പോൾ നെഹമ്യാവ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഒരു കൈ കൊണ്ട് നമ്മൾ പണി ചെയ്യും, മറു കൈ കൊണ്ട് നമ്മൾ ആയുധമെന്തും. അതേ ദൈവമക്കളെ, ഒരു കൈ കൊണ്ട് നമുക്ക് പലതും ചെയ്ത് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദിനംതോറുമുള്ള പല കാര്യങ്ങൾ ചെയ്ത് മുന്നേറാം. മറുഭാഗത്ത് ആത്മീയത്തിൽ നമുക്ക് ശക്തരായി മാറാം, ആത്മീയത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ആ ആയുധങ്ങൾ മുഖാന്തരം നമുക്കൊരു വലിയ ജയമുണ്ടെന്ന് തന്നെയാണ് പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ജയിച്ചവന് ദൈവം കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നു. ജയിച്ചവന് ഞാൻ ജയിക്കുന്നവന് ഞാൻ മന്ന കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ പർദീസയിൽ അവകാശിയാക്കും, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, ജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന മന്ന ഭക്ഷിപ്പാൻ കൊടുക്കും, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് നൽകും. ഇങ്ങനെ ജയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ വച്ചിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും കർത്താവ് അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, പരാജയത്തിന്റെ ഭീതികൾ നാലു ചുറ്റും വരുമ്പോൾ ദാവീദിനെ പോലെ നമുക്ക് പറയുവാനിടയായി തീരട്ടെ, ഊരിലിന്റെ താഴ്വരയിലും ഞാൻ ഒരു അനർത്ഥത്തെ കുറിച്ചും ഭയപ്പെടുത്തില്ല. കാരണം എന്നെ വഹിക്കുന്ന, എന്നെ നിലനിർത്തുന്ന അതിശക്തമായ ഒരു കരത്തിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. തിരുവചന ഭാഗത്തിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് അതിശക്തനായ ഒരു ഭക്തനെ നമുക്ക് പരിചയപ്പെടുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേരാണ് ഹാനോക്ക്. ഹാനോക്കിന്റെ ജീവിതകാലം 365 വർഷമാണ്. പക്ഷേ ആ വർഷകാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ നാളുകൾ താൻ നടന്നു നീങ്ങിയത് ഒറ്റയ്ക്കല്ല, താൻ നടന്നു നീങ്ങിയത് ദൈവമായിട്ടാണ്. ഇന്ന് പോൽക്കാലം ആര് ദൈവത്തെ കൂട്ടുപിടിക്കും, ആര് ദൈവമായി ചേർന്ന് നിൽക്കുമോ അവന്റെ ജീവിതം, ഈ ലോകം പറയും നീ ഒരു പരാജയമായിരുന്നെന്ന്, പക്ഷേ ആ ഭക്തൻ വിളിച്ചു പറയും എന്റെ ജീവിതം പരാജയമല്ല, എന്റെ ജീവിതം വിജയകരമായിരുന്ന ജീവിതമാകുന്നു എന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും അതിനേക്കാൾ അപ്പുറം പ്രത്യാശയോടും പറയുവാൻ ഇടയായി തീരും. ഈ ലോകത്തിൽ പരാജയങ്ങളുടെ നിമിഷം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ജയിച്ച കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ആത്മമണ്ഡലങ്ങളിൽ വ്യാപരിക്കും. അത് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയും അഭിഷേകവുമായി ദിവസങ്ങൾ മുന്നേറാം. ഏത് ഭക്തനാണ് അവൻ പ്രാർത്ഥിച്ചു മുന്നേറുന്നത്, അവന് അകത്തൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ വീണു പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആമേൻ, ജയിച്ച കർത്താവിന്റെ പാദങ്ങളെ ഞാൻ പിൻപറ്റുകയാണ്. ആമേൻ. വലിയ ധനസമ്പത്ത് കൊണ്ടല്ല എന്റെ കർത്താവ് ജയിച്ചത്, വലിയ പദവി കൊണ്ടല്ല എന്റെ കർത്താവ് ജയിച്ചത്. എന്റെ കർത്താവിനോടൊന്ന് ചോദിച്ചാൽ എന്റെ കർത്താവ് പറയും, കർത്താവെ കാൽവരി ക്രൂശിൽ വെച്ച് എങ്ങനെയാ ജയിച്ചത്? ആമേൻ. ഇപ്രകാരം പറയും, എന്നെ അറിയുന്ന ഒരു അപ്പന്റെ സാന്നിധ്യം എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റി. ഇന്ന് പൽക്കാലം നമ്മെ ഈ ലോകമാരും അറിയത്തില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം അറിയും. ആ ദൈവത്താൽ നമ്മൾ സകലത്തിന്മേലും ജയം പ്രാപിപ്പാനിടയായി തീരും. അതേ പ്രിയ ദൈവമക്കളെ, നമ്മെ ജയകരമായി ജീവിതം നയിപ്പാൻ ദൈവത്തോടു കൂടെ നടക്കാം, ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയാം, പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം നയിക്കാം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാത്ത ഒരുവന് മുന്നോട്ട് പോവാൻ കഴിയത്തില്ല. അഭിഷേകമില്ലാത്ത ശൗൽ പരാജയപ്പെട്ടപ്പോൾ അഭിഷേകത്താൽ നിറഞ്ഞ, പ്രാർത്ഥനാ ജീവിതം കൊണ്ട് നിറഞ്ഞ ദാവീദിന്റെ കരം ദൈവത്തിന്റെ ശക്തിയാൽ നിറയുവാനിടയായി തീർന്നു, ദൈവത്തിന്റെ അത്ഭുതങ്ങളാൽ നിറയുവാനിടയായി തീർന്നു. ദാവീദിനെ പറ്റി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇപ്രകാരം തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു, ഒത്തിരി യുദ്ധങ്ങൾ ദാവീദ് ചെയ്തു, എങ്ങും പരാജയപ്പെട്ടെന്ന് കാണുവാൻ കഴിയത്തില്ല.
കാരണം എന്താണെന്നറിയാമോ? ആമേൻ, താൻ ആരുമായിട്ടാണ് ബന്ധമെന്ന് ദാവീദ് ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ പരാജയപ്പെട്ട അനേകരുടെ ജീവിതം നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഇന്ന് ഈ നാളുകളിൽ പരാജയപ്പെടുത്തുന്ന പല മേഖലകളും നമ്മുടെ ഓഫീസിലാകട്ടെ, നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ കുടുംബത്തിനാകട്ടെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നോക്കാം, ആമേൻ, നമ്മെ അഭിഷേകത്തോടെ നിർത്തുന്ന കർത്താവിലേക്ക്, ആമേൻ, ആ അപ്പന്റെ പാദപീഠത്തിൽ നിന്ന് പോയി മുഴങ്കാലിൽ ഇരിക്കാം. ആമേൻ, നാം ആ മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആമേൻ ജയിച്ച ആരവത്തോടുകൂടെ നമുക്ക് വരുവാൻ കഴിയും. അങ്ങനെ ഒരു ജീവിതം ആമേൻ ശ്രേഷ്ഠകരമായി നയിപ്പാൻ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എക്സ്പീരിയൻസ് പറയുന്ന അല്ലെങ്കിൽ പാരമ്പര്യം പറയുവാനുള്ളവരല്ല കർത്താവിന് ആവശ്യം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ, ആമേൻ പ്രാർത്ഥിക്കുന്നവരെ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈ ദിവസങ്ങൾ കർത്താവ് ആമേൻ ഈ കാലഘട്ടത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദാവീദിനെ ദൈവം അന്വേഷിച്ചത് ആമേൻ അങ്ങനെ ഉള്ള ഒരു മനോഭാവത്തോടു കൂടിയാണെങ്കിൽ ഇന്ന് പൽക്കാലം നമുക്ക് പറയുവാനേ കർത്താവ്, എനിക്ക് ജയിക്കണം, ആമേൻ, എനിക്ക് ജയിക്കണം, ഈ ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം, ജീവിത സാഹചര്യങ്ങളെ ജയിക്കണം. നാം ജയിക്കും പ്രിയരെ. ഒരു നാൾ നാം പറയും, ഏ മരണമേ, ആമേൻ, നിന്റെ ക്ഷയം എവിടെ? ആമേൻ, മരണത്തിന്റെ ശക്തികളെ, പാതാളത്തിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഒരിക്കൽ നാം ഈ ലോകത്ത് നിന്ന് പറന്നു പോകുന്ന ഒരു നാളുണ്ട്. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതുവരെ എത്തുന്നതുവരെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം എന്നെ നിങ്ങളെ അന്വേഷിക്കുന്നു. ദൈവം അന്വേഷിക്കുമ്പോൾ ആമേൻ ആ അപ്പനോട് ചേർന്ന് നടക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആഹ്വാനത്തോടും കൂടെ ഈ വചന ഭാഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May God bless you all.